എടി ആ വേദന മാറ്റി പെയിനാക്ക്. ഇംഗ്ലീഷിലും വേദന വേദന തന്നെയാ. ഓ എന്നതാടി ഇത്? ആണുങ്ങൾ എന്തിനീ ആരോമത്തിൽ? ആരോമത്തിലല്ല, ആരാമത്തിൽ എന്ന് വെച്ചാ പൂന്തോട്ടം. ഇവിടൊക്കെ തുപ്പിത്തെറിപ്പിച്ച് വൃത്തിയേടാക്കും. അന്നമ്മോ, ഓ നാളെ ഇപ്പൊ പിടിഎയും കൂടെ തീരുമാനിച്ച എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോകും. പിന്നെ ചെറുക്കന്മാർ ഇവിടെ കയറി നിരങ്ങും. അത് കലക്കാനല്ലോടി കൊച്ചു നമ്മുടെ തന്തമാര് നാളെ ലാൻഡ് ചെയ്യുന്നേ. കലങ്ങോടി? എപ്പ കലങ്ങിന്ന് ചോദിക്കും. മതി മതി, വാ. മിക്സഡ് ആക്കിയാ ഇങ്ങനെ ഇറങ്ങി നടക്കാൻ പറ്റുമോ? നടക്കണോണ്ട് കുഴപ്പമില്ല, പക്ഷെ നിനക്കൊക്കെ പച്ച മാങ്ങ തിന്നാൻ നേരം ഉണ്ടാവും. നമുക്ക് സൂസന് പോകാം. അമ്മായി ഉറങ്ങിയോ ആവോ? അമ്മായി ഉറങ്ങി. ഉറക്കമായോ അമ്മായി ഉറക്കമായോ. എന്നാ നിന്റെ അണ്ണാക്കിലൊരു സൈലൻസർ പിടിപ്പിക്കേ. അമ്മായി അകത്തും നമ്മള് പുറത്തും. अंदर से कोई बाहर न जा सके, अंदर से कोई बाहर न जा सके, बाहर से कोई. എന്തൊരു ചെല്ലക്കിളി, ഉറക്കങ്ങളൊന്നും വരണില്ലേ? പോയി മുള്ളിക്കിടന്ന് ഉറങ്ങണി. അവിടെ പൂശൊരെണ്ണ. ഓക്കേ, എന്തുവാടി? ഞാൻ നിന്റെ കർട്ടൻ ഇട്ടതാടി. ഓ സൂസമ്മോ, ഓ അടുത്തത് എവിടാ? അടുത്തത് തള്ളച്ചിയുടെ നെഞ്ചത്ത്. ഓ ഹ്രീം മുട്ടിപ്പോ. കൂമൻതോമ വീട്ടിനിറങ്ങി. ഈ ഒരു പോസ് മതി കളവന്റെ കാറ്റ് പോകാൻ. മതി, വാ. സൂസമ്മോ, സൂസമ്മോ, ഇവളിതെവിടെ പോയി? കളവന്റെ കൂടെ പോയോ? ഈശോയെ, അവൾ ഓപ്പൺ എയറിൽ ഒപ്പിച്ചോ? അസത്ത്. ഞാനൊന്ന് കാല് കഴുകിയതാടി. പ്രിൻസിപ്പളിന്റെ സ്റ്റാൻഡാ കറക്റ്റ്. കോളേജ് മിക്സഡ് ആക്കി എന്താ കുഴപ്പം? ബോയ്സ് അടുത്തിരുന്ന് പഠിച്ച ഗർഭാവോ? എന്റെ പൊന്നു മോളെ, അത്രയ്ക്ക് അഹങ്കാരമൊന്നും വേണ്ട. പണ്ടേ എന്റെ കെട്ടിയോൻ മഴയത്തൊന്ന് കേറി നിന്നതാ ഞങ്ങളുടെ ഇറയത്ത്. പിന്നെ എന്റെ കുളി തെറ്റിയപ്പോഴാ പെട്ടോന്നറിഞ്ഞത്. ഇവിടത്തെ ആമ്പിള്ളേരെത്തി. മാനേജ്മെന്റ് സമ്മതിച്ചു എന്ന് വെച്ച് പിടിഎ സമ്മതിക്കണമെന്നില്ല. അതെ, പിടിഎക്ക് മുമ്പ് സ്റ്റുഡൻസിന്റെ ഒരു അഭിപ്രായ വോട്ടെടുപ്പ് വേണ്ടതായിരുന്നു. എന്നാ 90% പേരും പറയും മിക്സഡ് ആക്കട്ടെ എന്ന്. മിക്സഡ് ആക്കിയാൽ എന്റെ ഈശ്വരാ, മെയിൽ ഹോർമോൺ കൂടിയ കുറെ പ്രമാണിമാരുണ്ട് ഇവിടെ. അവരുടെ തള്ളിച്ച കുറച്ച് കുറഞ്ഞേനെ. സൂസമ്മോ, ഓ എന്നതാടിയാ കൊച്ചിനൊരു കിരികിരിപ്പ്? എന്റെ അന്നമ്മോ, ഓൾക്ക് ഹൈപ്പർ ടെൻഷനാ. എന്തൊരു ചെല്ലക്കിളി, ആ പിള്ളേർ ഇവിടെ കയറി നിറങ്ങണമെന്ന് തന്നെ നീ പറയണത്? അതേടി എന്റെ ഈശോയെ, ഇവളുമാരെ കൊണ്ട് ഞാൻ തോറ്റു. ഇനി ഇപ്പൊ ഇവിടെ എന്തിനാ വേറെ ആമ്പിള്ളേര്? നീയൊക്കെ പെണ്ണാണെന്നുള്ള കാര്യത്തിൽ എനിക്കൊരുറപ്പില്ല. എന്നാ മറിയാന്റിയുടെ സംശയം ആദ്യം. അയ്യോ, വേണ്ട വേണ്ട വേണ്ട. നിനക്കിപ്പോ എന്താ വേണ്ടേ? ആമ്പിള്ളേര് വേണ്ട. അതെ, നിനക്ക് ആമ്പിള്ളേര് വേണം. അവക്കടെ ബുദ്ധി ഞങ്ങളുടെ കാലം കഴിഞ്ഞിട്ട്. പിടിഎ തീരുമാനിക്കല്ലോ നാളെ, അപ്പൊ കാണാം. പിടിഎയിൽ നിന്റെ അപ്പം മാത്രം അല്ലടി ഉള്ളത്. ഇവിടെ എന്റെ പൊന്നു കൊച്ചെ, ഒന്ന് പോയി തരൂ. ചെറിയാതെ പൊടി. നിനക്കൊക്കെ എന്തിന്റെ ക്രിമികടിയാ? ഇതൊക്കെ അന്നമ്മയുടെ ഒരു തമാശയല്ലയോ എന്റെ മറിയച്ചേട്ടത്തി? ആണോ ചേട്ടത്തി? സ്ത്രീയും പുരുഷനും പരസ്പര പൂരകങ്ങളായ, വേർപെടുത്താൻ പ്രകൃതി അനുവദിക്കാത്ത രണ്ട് ഘടകങ്ങൾ. കുടുംബത്തിന്റെ, സമൂഹത്തിന്റെ, സ്റ്റേറ്റിന്റെ തന്നെ അടിസ്ഥാന ഘടകങ്ങൾ. എന്നിട്ടും എന്തെല്ലാമോ അബദ്ധധാരണകളുടെ പേരിൽ ഇപ്പോഴും ഈ 21ാം നൂറ്റാണ്ടിലും നമുക്കിടയിൽ മെൻസ് കോളേജും വിമൻസ് കോളേജും. ഇവർക്ക് ഇങ്ങനെ പറഞ്ഞാ മതി. രക്ഷിതാക്കൾ എന്ന നിലയ്ക്ക് നിങ്ങളൊന്ന് ആലോചിക്കണം. ഓക്കെ, കൊളീജിയേറ്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഈ സർക്കുലർ പ്രകാരം കേരളത്തിലെ ഓരോ മെൻസ് കോളേജും വിമൻസ് കോളേജും അതത് മാനേജ്മെന്റുകൾക്ക് സമ്മതമാണെങ്കിൽ മിക്സഡ് കോളേജുകളാക്കാം. അരനൂറ്റാണ്ട് പിന്നിടുന്ന നമ്മുടെ ഈ കോളേജ് മിക്സഡ് ആക്കാൻ മാനേജ്മെന്റിന് സമ്മതമാണ്. പ്ലീസ് സിറ്റ് ഡൗൺ. ഞാനൊന്ന് പറയട്ടെ, പക്ഷേ അന്തിമ തീരുമാനം ഈ പിടിഎ കൂടി സമ്മതിക്കുകയാണെങ്കിൽ മാത്രം. പെൺമക്കളുള്ള തന്തമാർക്കൊക്കെ ഇത്തിരി പുരോഗമനം കുറവാ. ഞാൻ എന്റെ മോളെ കെട്ടിച്ചു വിട്ടിട്ട് പ്രിൻസിപ്പാളിന്റെ പാർട്ടി ചേരാം. എന്തായാലും ഇപ്പൊ വേണ്ട. വിമൻസ് കോളേജ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ എന്റെ മോളെ ഇവിടെ ചേർത്തത്. അതിന്റേതായ ഒരു അച്ചടക്കവും ഡിസിപ്ലിനും. പിന്നെ അച്ചടക്കവും ഡിസിപ്ലിനും അതൊന്നും അല്ല കാര്യം. ഇങ്ങോട്ട് പെൺകുഞ്ഞുങ്ങളെ പറഞ്ഞയക്കുമ്പോ മനുഷ്യന്റെ മനസ്സിലൊരു സമാധാനമൊക്കെ ഉണ്ട്.
എന്റെ പൊന്നു പ്രിൻസിപ്പാളെ, ദൈവത്തെ ഓർത്ത് നിങ്ങളായിട്ട് അത് ഇല്ലാണ്ടാക്കരുത്. എനിക്കൊരു സംശയം, ഈ കോളേജ് മിക്സഡ് ആക്കുന്നതാണോ അതോ നിങ്ങൾക്കൊരു പെൺകുട്ടി ഉണ്ടായി പോയി എന്നുള്ളതാണോ ഏറ്റവും വലിയ പ്രശ്നം? അതെ, അതല്ലാണ്ട് വേറെന്താ പ്രശ്നം? ഇങ്ങനെ ഒരു ആൾക്കൂട്ടത്തിൽ പറയാൻ പാടില്ലാത്തതാണ്. എന്നാലും ഞാൻ പറയുക, എനിക്ക് 3 മക്കളാണ്. മൂത്തവൾ മിക്സഡ് കോളേജിൽ പോയി, ഒടുക്കൊരു ഓട്ടോക്കാരന്റെ കൂടെ പോയി. അവരുടെ ജീവിതം ഒരു പോക്കും പോയി. പിന്നെ രണ്ടാമത്തവൻ, അവൻ മിക്സഡ് കോളേജിൽ പോയി. മീശ മുളയ്ക്കുന്നതിന് മുമ്പ് ഒരു അലപരാതി പെണ്ണിനെയും കൊണ്ട് അവൻ കുടുംബത്തോട്ട് കയറി വന്നു. അവന്റെ ജീവിതം കട്ടപ്പുക. ഇനിയൊരു പെങ്കൊച്ചും കൂടിയുണ്ട് ഇവിടെ. അതിനെങ്കിലും ഞാനൊന്ന് മനസമാധാനത്തോടെ പറഞ്ഞയച്ചോട്ടെ എന്റെ പൊന്നു പ്രിൻസിപ്പാള്. ഇനിയൊരു വോട്ടിങ്ങിന്റെ ആവശ്യമുണ്ടോ എന്ന് തോന്നുന്നില്ല. ഉണ്ടോ മാഡം? ഇല്ല. അപ്പോ അതിന് തീരുമാനമായി. ഇവിടെ പെൺകുട്ടികൾ മാത്രം പഠിച്ചാൽ മതി. സോ ദ മീറ്റിംഗ് ഈസ് ഡിസ്പേസ്ഡ്. എന്നതാടി ഇത്? നീ എന്താ സിനിമാറ്റിക് ഡാൻസിന് പോകുന്നുണ്ടോ? ഹിന്ദി അറിയാവോ നിനക്ക്? ഹിന്ദി അറിയാത്ത 2 ഇന്ത്യക്കാരികൾ നാണമില്ലല്ലോ. കാലയ്ക്ക് ബത്തയച്ച ഫ്രണ്ട്സിന്റെ മുമ്പിലെങ്കിലും വെച്ച് പപ്പാന്ന് വിളിക്കേ. ഓ ക്ഷമി പപ്പ. അട്ടി തള്ളേനെ പൊരിച്ചോന്നോ? വറുത്ത് കോരി. ഞാൻ പറഞ്ഞില്ലേടി, കലക്കാൻ മത്തയച്ചനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ആള്. അതിന്റെ ക്രെഡിറ്റ് മുഴുവനും മോളുടെ അച്ഛനുള്ളതാ. പുള്ളിക്കാരനാണ് ഗ്രൂപ്പ് കളിച്ചതും ആളെ കൂട്ടിയതും എല്ലാം. പിന്നെ നിങ്ങളെല്ലാവരും കൂടെ നിർബന്ധിച്ചപ്പോൾ ഞാനൊന്ന് നിന്ന് തന്നു മാത്രം. അല്ല, അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക, ഈ മിക്സഡ് ആയാൽ എന്താ കുഴപ്പം? അയ്യോ അങ്കിളെ, അത് ശരിയാവില്ല. ആമ്പിള്ളേര് വന്നാ ഞങ്ങൾക്ക് ഇവിടെ പിന്നെ എന്താ റോള്? ഓ, അപ്പൊ അതാണ് കാര്യം. ടീച്ചറേ, ടീച്ചർ ഇപ്പോഴും ദേഷ്യത്തിലാ. വിട്ടുകളാ. ടീച്ചർ ഒന്ന് എറിഞ്ഞു നോക്കി കൊണ്ടില്ല. മിസ്റ്റർ ബാഹുലേൻ, നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം. ഈ കോളേജിന്റെ അഫിലിയേഷൻ ഓർഡർ പ്രകാരം PG കോഴ്സുകളിൽ ഒരു സീറ്റ് ആൺകുട്ടികൾക്ക് റിസർവ്ഡ് ആണ്. ആ സീറ്റ് ഫില്ല് ചെയ്യാൻ നിങ്ങളുടെ ഒന്നും ഒരു സമ്മതം എനിക്ക് ആവശ്യമില്ല. അതെന്റെ ഡിസ്ക്രിഷനാണ്. ആ സീറ്റിന് ഒരു ആൺകുട്ടി വന്നാൽ അത് ഞാൻ കൊടുത്തിരിക്കും. ദാറ്റ്സ് അപ് ടു മീ. മാത്യൂസേ, ദേ ആ പെണ്ണുമ്പിള പറഞ്ഞിട്ട് പോയത് കേട്ടോ? അവരുടെ ഡിസ്കഷൻസ് വെച്ച് ഈ പെൺകോളേജിൽ ഒരു ചെറുക്കനെ പഠിപ്പിക്കാമെന്ന്. ഇത് ഏത് പൂച്ചാക്കല നിയമമാ? എല്ലാ PG കോഴ്സിലും ഒരു സീറ്റ് ആൺകുട്ടിക്ക് അതുള്ളതാ. പക്ഷേ ഇന്നുവരെ ആ സീറ്റ് ചോദിച്ച് ആരും വന്നിട്ടില്ല. അഥവാ വന്നാൽ തന്നെ കൊടുത്തിട്ടുമില്ല. ആ കാര്യത്തിൽ അങ്കിൾ പേടിക്കണ്ട. ഇനി അങ്ങനെ ഒരുത്തം വന്നാ അവന്റെ കാര്യം ഞങ്ങൾ ഏറ്റു. അത് മതി. എടീ, ഇനി ആ പെണ്ണുമ്പിള്ള വല്ലവനെ ഇങ്ങോട്ട് എഴുന്നള്ളിക്കുകയാണെങ്കിൽ തന്നെ അവന്റെ മുമ്പിൽ പെടാതെ നടന്നോണം. വല്ല ചുറ്റിക്കളിക്കും നിന്നാൽ മൂത്തതുങ്ങളെ പോലെയല്ല, തല്ലിക്കൊന്ന് ഞാൻ പൊട്ടക്കിണറ്റി താത്തും. എന്നിട്ട് സെൻട്രലിൽ പോയി റെസ്റ്റ് ചെയ്യും. അപ്പൊ ശരി മക്കളെ, ഞാൻ പോട്ടെ. ഒരു കാര്യത്തിൽ പപ്പയ്ക്ക് സന്തോഷായി. എന്താ പപ്പ? ഒരാള് പോലും മോളെ കുറിച്ച് നല്ലത് പറഞ്ഞില്ല. എങ്ങനെ പറയും? വളർത്തു ദോഷം. എടിയടി, ഇനി ഒരു കൊല്ലം കൂടിയല്ലേ ഉള്ളൂ പപ്പ. അതിനിടയിൽ നല്ലത് പറയിപ്പിക്കാൻ വേണ്ടി മസിൽ പിടിച്ച് നടക്കാൻ വലിയ ബുദ്ധിമുട്ടാ. വേണ്ട, നീ തകർത്തോ. ഇത്തിരി തല്ലുകൊള്ളിത്തരം കാണിക്കണമൊക്കെ പപ്പയ്ക്ക് ഇഷ്ടാടി. പോട്ടെ മോളെ. ബൈ ബൈ. അഞ്ജലി, ഞാനതാ ബാഹുലേനെന്ന് വരട്ടാൻ പറഞ്ഞതാ. അല്ലാതെ ഞാനിപ്പോ ഉടനെ ഒരു ആൺകുട്ടിക്ക് ഇവിടെ സീറ്റ് കൊടുത്താ അവരത് വേറെ സെൻസിലേ എടുക്കൂ. മാമിന്റെ സ്പിരിറ്റും വാശിയൊക്കെ കണ്ടപ്പോ ഞങ്ങൾ വിചാരിച്ചു. ശരിക്കും അത് തന്നെയാ ചെയ്യേണ്ടത്. മാം, എനിക്കറിയുന്ന കുട്ടിയാ. ലിറ്ററേച്ചറിന് 80% മാർക്കുണ്ടവന്. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും എടുക്കനാ. നമ്പർ 1 ഹോക്കി പ്ലെയർ. ഹർഡിൽസിൽ സ്റ്റേറ്റ് ചാമ്പ്യൻ. മാർഷൽ ആർട്സിലാണെങ്കിൽ പറയും വേണ്ട.
എത്ര സമ്മാനങ്ങൾ. ഇത് നിന്റെ TC. ഇതിൽ കൂടുതൽ ഒന്നും എനിക്ക് തരാനില്ല. ഐശ്വര്യമായിട്ട് അങ്ങോട്ട് വാങ്ങിച്ചേ. ഓ സർ, കോഴ്സ് കഴിയാൻ ഇനി 2 മാസേ ഉള്ളൂ. എക്സാം എഴുതാനെങ്കിൽ അവനെ അനുവദിച്ചൂടെ? കൊള്ളാം, ഇതാലോചിക്കാം. ഇവിടെ ആദ്യം വരുന്ന പയ്യന് വെറും അക്കാഡമിക് ബുദ്ധി മാത്രം പോരാ. അല്ല, അഞ്ജലിയുടെ ആരേ കുട്ടി? എന്റെ മകനാ. ആര്? ശ്യാമോ? നിങ്ങൾക്കെന്താ എന്നോട് ഇത്രയ്ക്ക് ശത്രുത? ഇപ്പോ ഉള്ള മനസ്സമാധാനം കൂടി കളയാനുള്ള പരിപാടിയാ? മാം, അവന്റെ കൂട്ടുകെട്ട്, ആ കോളേജിന്റെ ചുറ്റുപാട്, അതൊക്കെ അവനെ വഷളാക്കിയേ. ഇനി 2 കൊല്ലം കൂടി അവൻ ആ കോളേജിൽ തന്നെ പോയാ ഞാൻ ആദ്യം പിടിച്ചു മരിക്കും. ഇവിടെയാണെങ്കി നമ്മുടെയൊക്കെ കൺവെട്ടത്ത് ഈ കണ്ട പെൺകുട്ടികളുടെ നടുവില് അവൻ എന്ത് തെമ്മാടത്തിനും കാണിക്കാനാ? അവസാനം ഞാൻ നാടുവിടേണ്ടി വരുവോ? അല്ല, അവന് സമ്മതമാണോ? സമ്മതിപ്പിക്കാം. ഞാൻ അവതരിപ്പിക്കുന്ന കഥയുടെ പേരാണ് 3001. സഹൃദരെ, ഈ കഥ നടക്കുന്നത് അമേരിക്കയിലോ ആലത്തൂരോ അല്ല, ആഫ്രിക്കയിലോ ആലങ്ങോട്ടോ അല്ല, പിന്നെയോ കൊച്ചോളങ്ങൾ ഇക്കിളി കൂട്ടുന്ന കൊതുകിന്റെ സ്വന്തം നാടായ കൊച്ചിയിലെ 3000ഓളം സുന്ദരികൾ പഠിക്കുന്ന ഒരു വനിതാ കോളേജിലാണ്. അതാ അങ്ങോട്ടേക്ക് നോക്കൂ. അങ്ങോട്ടേക്ക് നോക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങോട്ട് നോക്കിയാലും മതി. അതാണ് നമ്മുടെ നായകൻ. ആ ചിരി കണ്ടു, ആ കുടി കണ്ടു, കുടിച്ചിട്ടുള്ള ഇരിപ്പ് കണ്ടു. അറടിപ്പൊക്കമുള്ളാനൊരുത്തൻ, ആരും കൊതിക്കുന്ന കാമദേവൻ. അതെ, അല്ല, നിർത്ത്. വാ കൊണ്ട് ഊർജം കളഞ്ഞത് മതി. പറ, എന്താ നിന്റെ തീരുമാനം? വേണ്ട വേണ്ട. ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യം ചോദിച്ചാൽ ഇവൻ നോയെ പറയും. പൊന്നു മോനെ മഹാഭാവി, മഹാലക്ഷ്മി ഓട്ടോ പിടിച്ചു വരുമ്പോ വാഹനബന്ധു പ്രഖ്യാപിക്കലടാ. കൂടുതൽ പ്രസിംഗ് വേണ്ട. ശരി, നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. 3000 പെൺപിള്ളേരും ഒത്ത നടുക്കന്റെ പൊന്നുമോനും. നീ 3 കൊല്ലം ആൺപിള്ളേരുടെ കൂടെ ആറാടിയില്ലേ? ഇനി 2 കൊല്ലം പെൺപിള്ളേരുടെ കൂടെ അഴിഞ്ഞാടാ. ഇതിപ്പോ പൊട്ടന്റെ ലോട്ടറി അടിച്ച പോലെ. പൊട്ട നിന്റെ ഉപ്പാപ്പ അബ്രമാൻ. ആണ്ടവാ, ആവശ്യത്തിൽ കൂടുതൽ ഹൈറ്റും വെയിറ്റും നീ എനിക്ക് തന്നു, നിറവും സൗന്ദര്യവും തന്നു. എന്നിട്ട് ഇങ്ങനെ ഒരു യോഗം എനിക്ക് തന്നില്ലല്ലോ. മതിയടാ, നിർത്ത്. എന്നെ കൊണ്ട് സമ്മതിപ്പിക്കാൻ എന്റെ അമ്മയുടെ കൊട്ടേഷൻ വാങ്ങിച്ചിരിക്കുക വൃത്തികെട്ടവന്മാര്. കിട്ടിയ കാശിന് നക്കിയിട്ട് വീട്ടിൽ പോയിക്കോണം. എന്തെങ്കിലും തീരുമാനം പറഞ്ഞിട്ട് പോടാ. അത് ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞോളാം. അറിയുന്നതിന് മുമ്പ് നീ ഒന്നോർക്കണം, നിന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റും കൊണ്ടുവന്ന എവിടെ കിട്ടൂടാ നിനക്കൊരു സീറ്റ്? അതുകൊണ്ട് ചെന്നാ KSRTC ബസ്സിൽ പോലൊരു സീറ്റ് കിട്ടൂല. അത് ഞാൻ നോക്കിക്കോളാം. നല്ല മണമുണ്ടല്ലോ. ഒരു പാർട്ടി ഉണ്ടായിരുന്നു. സ്പോൺസർ എനിക്ക് വേണ്ടപ്പെട്ട ആളാണ്. അമ്മയൊന്ന് നിന്നേ. എന്താ? ഇത്രയും നാളും എന്റെ ഫ്രണ്ട്സിനെ ഒന്നും കണ്ണെടുത്താ കണ്ടുകൂടായിരുന്നല്ലോ. ഇപ്പോഴെന്താണാവോ അവരോട് പുതിയൊരു സ്നേഹം? എനിക്ക് ആരോടും ഒരു ദേഷ്യം ഉണ്ടായിരുന്നില്ല. നീ പാസ്സായതിന്റെ ചെലവ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ഞാൻ കുറച്ച് രൂപ കൊടുത്തു. അല്ലാതെ എന്നെ കൊണ്ട് സമ്മതിപ്പിക്കാനുള്ള കൈക്കൂലി അല്ല അല്ലേ? അതെ, അങ്ങനെയെങ്കി അങ്ങനെ. ഫ്രണ്ട്സ് പറഞ്ഞാലല്ലേ നീ കേക്കൂ. എന്റെ വാക്കിന് എന്താ ഒരു വില? എന്നെ കൊണ്ട് സഹി കേട്ടോ അമ്മേ. ഓ, സമ്മതിച്ചു. ഇനി എന്നെ നന്നാക്കാൻ ഒരു അവസരം തന്നില്ല എന്ന് വേണ്ട. ശ്രമിച്ചു നോക്ക്. പക്ഷേ ഇനി എന്താ ഒരു പക്ഷേ? എന്ത് ധൈര്യത്തിലാ ഞാനങ്ങോട്ട് പോവാ?